തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കാണാനായിട്ട് ദൈവനിയോഗപ്രകാരം പോകുന്ന കാര്യമാണ് നാളത്തെ വിഷയം. ഇപ്പോൾ മാതാവ് ദീർഘമായ യാത്ര ഇറങ്ങിക്കഴിഞ്ഞ സമയമാണ്. യാത്ര ആ വീട്ടിലെത്തിച്ചേർന്ന് അവർ രണ്ടുപേരും കൂടെ സന്തോഷിക്കുന്ന രംഗമാണ് നാളെ നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇന്ന് അതിനുള്ള ഒരുക്കത്തിൻ്റെ യാത്രയാണ്. ആ മാതാവിനോടൊത്ത് നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ള യാത്ര മാതാവിനോടൊത്ത് എലിസബത്തിൻ്റെ അടുത്തേക്കുള്ള യാത്രയാണ്. എലിസബത്ത് മാതാവും കൂടെ കണ്ടുമുട്ടിയപ്പോൾ അവർ ഭയങ്കര സന്തോഷമുണ്ടായി. ആ കാര്യങ്ങൾക്ക് നാളെ നമ്മൾ കേൾക്കും. ഇന്ന് ഈ യാത്രയിൽ നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും എല്ലാം യേശുവിനുമായി പങ്കിട്ട് യേശു കുഞ്ഞ് നമുക്ക് ആശ്വാസം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും, വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവരെയും, ആശുപത്രിയിൽ കഴിയുന്നവരെയും, രോഗികളായിരിക്കുന്നവരെയും എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നെ പെരുന്നാളിനായി നമ്മൾ ഒരുങ്ങുന്ന ഈ സമയം ഡിസംബർ മാസം 1-ാം തീയതി 25 നോയമ്പ് ആരംഭിക്കുന്നതിനെ നമ്മൾ കാത്തിരിക്കുന്ന ഈ സമയം, ഇന്ന് ആരാധനയ്ക്കായി ഇവിടെ വന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കന്യാമറിയാം എലിസബത്തും കണ്ടുമുട്ടുന്ന കാര്യം നാളെ നമ്മൾ ധ്യാനിക്കുന്നു. ഇന്ന് കന്യാമറിയാം ആ വീട്ടിലേക്കുള്ള യാത്രാവേളയിലാണ്. നമ്മളും ജീവിതയാത്രയിൽ എങ്ങനെയാണ് ലക്ഷ്യസ്ഥാനത്തെത്താൻ, യാത്രയിലെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുന്നതെന്നുള്ളത് പഠിക്കാൻ പറ്റിയ ദിവസമാണെന്ന്. നീതിമാൻ്റെ ജീവിതയാത്ര മേലോട്ടാണ്, കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു മാറിപ്പോകുന്നു എന്ന് ഒരു വചനമുണ്ട്. നമ്മുടെ ഇന്നത്തെ ജീവിതയാത്ര മേലോട്ടാണോ കീഴോട്ടാണോ? നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ, നമ്മുടെ ബോധവിചാര ഹൃദയമണ്ഡലം, ലോകത്തേക്കാൾ വലിയ നമ്മുടെ പ്രാണൻ, നമ്മുടെ ജീവൻ മുകളിലോട്ടോ താഴോട്ടോ പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ദിവസവും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വയത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ പ്രാണൻ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മൃത്യു അവരെ മേയിക്കുന്നു, പാതാളം അവരുടെ പാർപ്പിടമെന്ന ഒരു വചനമുണ്ട്. ആ വചനം എവിടെയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 49-ാം സങ്കീർത്തനം എത്രാമത്തെ വാക്യമാണ്? 49-ാം സങ്കീർത്തനത്തിലെ എത്രാമത്തെ വാക്യമാണ്? 13 തൊട്ട് താഴോട്ട് വായിച്ചാൽ, മൃത്യു ആയിരിക്കും അവരുടെ ഇടയൻ, നേരെ ശവക്കുഴിയിലേക്ക് അവർ താഴും, അവിടെ രൂപം അഴിഞ്ഞു പോകുമെന്നാണ് POC ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. സത്യബൈബിളിൽ എങ്ങനെയാണ് പറയുന്നത്? സ്വയാശ്രയക്കാരുടെ പ്രാണൻ പാതാളത്തിലേക്ക് പോകും, മൃത്യു അവരെ മേയ്ക്കും. 14 എന്ന് പറഞ്ഞാട്ടത്, അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയ്ക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്രാണൻ പാതാളത്തിലേക്ക് പോവുകയാണോ അതോ സ്വർഗത്തിലേക്ക് പോവുകയാണോ? എപ്പോഴാണത് സ്വർഗത്തിലെത്തുന്നത്? ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തെ ആരാധിച്ച്, വചനം രാവും പോലും വചനം ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ പ്രാണൻ സ്വർഗത്തിലെത്തുമെന്ന് പറയുന്നു. സദൃശ്യവാക്യങ്ങളിലൊരു വാക്യമുണ്ട്, നീതിമാൻ്റെ ജീവിതയാത്ര മേലോട്ടാണ്, താഴെയുള്ള പാതാളത്തെ അവൻ അതിജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. ആ വാക്യം എവിടെയാണെന്ന് ആർക്കറിയാവോ? നീതിമാൻ്റെ ജീവിതയാത്ര മേലോട്ടാണ്, ബുദ്ധിമാൻ്റെ ജീവിതയാത്ര എവിടെയാണെന്നറിയാവോ? അത് സദൃശ്യവാക്യമാണോ? സദൃശ്യവാക്യം 15-ൻ്റെ അതൊന്നുകൂടി ഒന്ന് വായിക്കാവോ? സദൃശ്യവാക്യം 15-ൻ്റെ 24 എന്ന് പറയുന്നു. പതിനഞ്ചിൻ്റെ എത്രാം വാക്യമാണ്? 24. അതൊന്നുകൂടെ വായിക്കാം. POC ബൈബിളിലെ ബുദ്ധിമാൻ്റെ ജീവിതയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളങ്ങളെ അവൻ ഒഴിഞ്ഞു പോകും.
POC ബൈബിളിൽ വിവേകിയുടെ വഴി മേലോട്ട് ജീവനിലേക്ക് നയിക്കുന്നു, താഴെയുള്ള പാതാളത്തെ വിട്ടകലുന്നു എന്ന് പറയുന്നു. ഈ രണ്ട് വാക്യങ്ങൾ നമ്മുടെ സ്വയപരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും നാളത്തെ നമ്മുടെ പ്രാണൻ പാതാളത്തിലാണോ അതോ സ്വർഗത്തിലായോ? എലിസബത്തിൻ്റെയും മറിയാമിൻ്റെയും ജീവിതയാത്ര മേലോട്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാൻ കഴിഞ്ഞു. പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചപ്പോൾ ഉദരത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അവർ വളരെ വേഗം വളർന്നു എന്നാണ് പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വളരാനും പുഷ്പിക്കാനും കായ്ക്കാനും വളരെ വേഗം സാധിക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. 6-ാം മാസത്തിൽ എലിസബത്തിൻ്റെ അടുക്ക് എത്തിയ മാതാവിൻ്റെ ഉള്ളിൽ യേശുക്കുഞ്ഞുണ്ടായിരുന്നു. എലിസബത്ത് ആ യേശുക്കുഞ്ഞിനെ തിരിച്ചറിഞ്ഞു. കന്യാമറിയാമിനെ ദൈവത്തിൻ്റെ മാതാവായിട്ട് അംഗീകരിച്ചു. അത് വലിയൊരു ഭാഗ്യമായി എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മാതാവിൻ്റെ അടുത്ത് വരാൻ എനിക്കുള്ള ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കിടന്ന് തുള്ളിച്ചാടി. ചരിത്രത്തിൽ പറയുന്നൊരു കാര്യം, വേദപുസ്തകത്തിലല്ല എഴുതിയിരിക്കുന്നത്, ചരിത്രത്തിൽ മേരി വാൾത്തവർത്തായുടെ പുസ്തകത്തിൽ, വേദപുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളുടെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. 6 മാസം ഗർഭിണിയായിരുന്ന എലിസബത്ത് ദുഃഖിതയായിരുന്നു. ആ ദുഃഖം ആ കുഞ്ഞിനെയും നിശ്ചലമാക്കി കളഞ്ഞു. ആ കുഞ്ഞും തള്ളയും വളരെ നിരാശയിലും അസ്വസ്ഥതയിലുമാണ് കഴിഞ്ഞത്. കാരണം കുഞ്ഞിൻ്റെ ജനനവാർത്ത അറിയിക്കാൻ വന്ന മാലാഖയെ ഭർത്താവായ സക്കറിയ സംശയിച്ച് വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് മൗനമായി സക്കറിയ കഴിയുന്ന വീട്ടിൽ വർത്തമാനം പറയാനൊക്കാത്ത സാഹചര്യത്തിൽ എലിസബത്ത് എന്തുമാത്രം ദുഃഖിച്ചു കാണും, എന്തുമാത്രം വിഷമിച്ച് കാണും. ആശയവിനിമയം നടത്താൻ അവർ ഒത്തിരി വിഷമിച്ച് കാണും. അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ വളർച്ചയെ അത് ബാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗർഭകാലത്തെ മാതാപിതാക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, നിരാശകൾ, അസ്വസ്ഥതകൾ ആ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ വഹിച്ചുകൊണ്ട് ആത്മാവിൽ നിറയുവാനോ നമ്മളെ തുള്ളിക്കാനോ സാധിച്ചിട്ടില്ല. അവരോട് പരിഭവിക്കേണ്ട, അവർക്ക് ക്ഷമ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഗർഭത്തിൽ കിടന്ന് തുള്ളാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ വേഗം പല കാര്യങ്ങൾ ചെയ്യുവാനും ഫലങ്ങൾ പുറപ്പെടുവിക്കാനും സന്തോഷിപ്പിക്കാനും സാധിക്കുമായിരിക്കുന്നു എന്നുള്ള തിരുവചനങ്ങൾ നമുക്ക് പ്രചോദനം നൽകുന്നു. ജീവിതയാത്രയിൽ ബുദ്ധിമാൻ്റെ ജീവിതയാത്രയായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഭക്തിയിൽ കിട്ടുന്ന ബുദ്ധി എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുവാനുള്ള വിവേകമായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ പ്രാണൻ സ്വർഗത്തിലേക്ക് വരും. അത് കർത്താവിൻ്റെ ഉള്ളിൽ എത്തിച്ചേരും. ഓരോ ദിവസവും നമ്മുടെ പ്രാണന് വിശ്രമിക്കുവാൻ, വസിക്കുവാൻ യേശുവിൻ്റെ ഉള്ളിലൊരു രഹസ്യ സ്ഥലമുണ്ട്. യേശുവിന് വസിക്കുവാൻ, യേശുവിൻ്റെ പ്രാണന് വസിക്കുവാൻ നമ്മുടെ ഉള്ളിലൊരു രഹസ്യ സ്ഥലമുണ്ട്. പ്രാണപ്രിയനായ യേശുവിൻ്റെ ഉള്ളിൽ പ്രാണപ്രിയയായ നമ്മുടെ പ്രാണക്കുട്ടികൾക്ക് ഇരിക്കാൻ രഹസ്യമായ സ്ഥലമുണ്ടെന്ന് നമ്മൾ അനേക പ്രാവശ്യം പഠിച്ചിട്ടുള്ള വിഷയം ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. പ്രാണപ്രിയനായ യേശുവിൻ്റെ രഹസ്യ സ്ഥലത്ത് നമ്മുടെ പ്രാണക്കുട്ടികൾക്ക് പോയി വിശ്രമിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ മാത്രമേ നമുക്ക് സന്തുഷ്ടിയും സംതൃപ്തിയും പൂർണ്ണ വളർച്ചയും ലഭിക്കൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. യാത്രയെന്ന് പറഞ്ഞാൽ എന്താണോ? നമ്മുടെ ഹൃദയം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമ്മുടെ മനസ്സെത്തിച്ചേരും. മനസ്സെത്തിയെടുത്ത് ശരീരം എത്താനുള്ള ബന്ധപ്പാടിൻ്റെ യാത്രയെന്ന് പറയാം.
നിങ്ങളിന്ന് സങ്കേത ഭവനത്തിൽ ഇപ്പോൾ ഇത്രയും പേര് എത്തിയിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ശരീരം വരുന്നതിന് മുമ്പ് മനസ്സും ഹൃദയവും ഇവിടെ എത്തിയിട്ടാണ് നിങ്ങളോട് വന്നത്. അനേകം ലക്ഷം പേരുടെ മനസ്സിവിടെയുണ്ട്, ഹൃദയം ഇവിടെയുണ്ട്. പല മാധ്യമങ്ങളിൽ കൂടെ ഇവിടുത്തെ സന്ദേശം കേൾക്കുകയും ഇവിടുത്തെ വേലയിൽ സന്തോഷിക്കുകയും ഇതിൽ സഹകരിക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് പേരെ ഭൂമിയിലും പർദീസായിലും സ്വർഗത്തിലും പാതാളത്തിലൊക്കെയുണ്ട്. അവരെല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ആരാധന ഇവിടെ നടത്തുന്നത്. നമ്മുടെ കുറേ പേരുടെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ എങ്കിലും നമ്മുടെ ആത്മാക്കളും നമ്മുടെ ഹൃദയങ്ങളും അനേകരോടൊത്ത് സഹനസഭയും പിന്നെ ഏതാ സ്വർഗീയ സമരസഭ, വിജയസഭ, സഹനസഭ, ഇങ്ങനെ സഭയ്ക്ക് 3 വശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സ്വർഗത്തിലൊരു വശമുണ്ട്, പാതാളത്തിലൊരു വശമുണ്ട്, ശുദ്ധീകരണ സ്ഥലത്തൊരു വശമുണ്ട്, ഭൂമിയിലൊരു വശമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ശരീരവുമാണ്. ആ ഒരു ശരീരത്തിന് തല യേശുവുമാണ്. ആ തലയ്ക്ക് എല്ലാവരെയും അറിയാം, എല്ലാവരുടെയും ആവശ്യവും അറിയാം, എല്ലാവരെയും ശുശ്രൂഷിച്ച് ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കുന്നു. കാലിലൊരു മുറിവുണ്ടായാൽ ആ മുറിവ് ശരീരത്തിൻ്റെ മുഴുവൻ മുറിവാണ്. കൈ അവിടെ കഴുകിക്കെട്ടാൻ ചെല്ലുന്നു, മരുന്ന് വെക്കാൻ ചെല്ലുന്നു. എല്ലാ അവയവങ്ങളും അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സഭയാവുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളെന്ന നിലയിൽ നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ ആവശ്യമാണ്, സഭയുടെ മുഴുവൻ ആവശ്യമാണ്. എല്ലാവരും അങ്ങോട്ട് കൊടുത്തും വാങ്ങിച്ചും ശുശ്രൂഷിച്ചും സഹകരിച്ചും പൂർണ്ണതയിലേക്ക് നമ്മൾ വളരുകയാണെന്നുള്ള പ്രത്യാശയോടെ നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. വന്നിരിക്കുന്ന എല്ലാവരെയും, വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവരെയും, ഹൃദയങ്ങളിലൂടെ എത്തിയവരെയും, മനസ്സിവിടെ വന്നവരെയും, ആത്മാവിലൂടെ ആയിരിക്കുന്ന എല്ലാവരെയും സമ്മേളിപ്പിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം പാപമോചനം കൊടുത്തുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ കുർബാന പുത്തൻ കുർബാനയാകാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞു മറന്നുപോയ എല്ലാ പാവശാപങ്ങൾക്കും മോചനം നൽകുന്നു. പിതാവിൻ്റെ നാമത്തിലും പുത്രൻ്റെ നാമത്തിലും പരിശുദ്ധയുടെ നാമത്തിലും തന്നെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 25 മുതൽ 30 വരെ. വിശുദ്ധ മത്തായി അധ്യായം 11 തിരുവചനങ്ങൾ 25 മുതൽ. യേശു ഇപ്രകാരം ഉദ്ഘോഷിച്ചു: സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകളിൽ നിന്ന് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിൻ്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനയഹൃദയമുള്ളവനാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവീൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമടെ ഭാരം കുറഞ്ഞതുമാണ്. സ്വല്പസമയം ഇരിക്കാം. എലിസബത്തും മറിയാമും കണ്ടുമുട്ടി 3 മാസക്കാലം കൂട്ടായ്മ ആചരിച്ച ആ സംഭവം നാളെ ധ്യാനിക്കുന്നതിന് മുമ്പ് ഭാരങ്ങൾ പങ്കിട്ട് മൃദുവായ നുകൽ ഏറ്റുവാങ്ങി കർത്താവിൽ നിന്ന് പഠിച്ച് എല്ലാം സന്തോഷകരമാക്കുന്ന വഴി എങ്ങനെയാണെന്നുള്ള കാര്യം എലിസബത്തും മറിയാമും നമ്മളെ പഠിപ്പിക്കുന്നു. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി ബന്ധപ്പെട്ട് ഓടുകയാണ്. നമ്മുടെ എല്ലാ ആത്മീയവും മാനസികവും ശാരീരികവുമായ ഭാരങ്ങൾ അത് ദൈവാത്മാവിൽ പരസ്പരം പങ്കിട്ട് കർത്താവുമായിട്ട് പങ്കിട്ട് നമുക്ക് രസകരമാക്കാം, ഹിതകരമാക്കാൻ, മൃദുവാക്കാമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് വഹിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഭാരം വന്നു ചേരും എന്നുള്ളൊരു സത്യമാണ്. ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് വഹിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഭാരം വരുമ്പോൾ നമ്മൾ വിഷമിക്കുന്നു. തന്നെ എടുക്കാൻ ഒക്കുന്നില്ല, അതിന് അടുത്ത് നിന്ന് വിഷമിക്കുകയാണ്. സഹായിക്കാൻ ആരുമില്ലേ എന്ന് വിചാരിച്ച് വിഷമിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് സഹായിച്ച്
സന്തോഷത്തോടെ ആ വേല തികയ്ക്കുന്ന അനുഭവം നമുക്കുണ്ടാകാം. പക്ഷേ എല്ലാവരുടെയും ഭാരങ്ങൾ കൃത്യസമയത്ത് പങ്കിടാൻ സാധിക്കാത്ത വിടവുകളും ഏകാന്തതകളും അസ്വസ്ഥതകളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടെന്നുള്ളതൊരു സത്യമാണ്. മറിയാമിന് എലിസബത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പ്രേരണ എങ്ങനെയുണ്ടായി? കന്യഗർഭിണിയായി മകനെ പ്രസവിക്കും, സ്ത്രീയുടെ സന്തതി സർപ്പത്തിലെ ചതിക്കുമെന്നുള്ളതായ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്ന കന്യമറിയാമിനെ വചനം തമ്പുരാൻ, വചനമായ ദൈവം വന്ന് മറിയാമിൽ നിന്ന് മാംസം ധരിച്ച് രക്ഷകനായി ലോകത്തിൽ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പദ്ധതി മാതാവ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കാര്യം വലിയ രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയാണ്. വിവാഹ നിശ്ചയത്തിനിടയിൽ ഗർഭിണിയായിരിക്കുന്ന മാതാവിന് ഉള്ള ഭാരം ഇതാരോടും പറയാൻ നിവൃത്തിയില്ല, പറഞ്ഞാൽ വിശ്വസിക്കുകയുമില്ല. ഇത് പരിശുദ്ധാത്മാവിലുള്ള ഗർഭധാരണമാണെന്നുള്ളത് ആരും പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. കല്ലെറിഞ്ഞ് കൊല്ലാനാണ് സാധ്യത എന്നുള്ളതറിഞ്ഞ് മാതാവ് വളരെയധികം ഭാരപ്പെട്ടു, സങ്കടപ്പെട്ടു. പക്ഷെ ദൈവഹിതം നടക്കട്ടെ എന്ന് വിചാരിച്ച് രഹസ്യമായി യേശു കുഞ്ഞിനെ ഗർഭത്തിൽ വസിച്ചുകൊണ്ട് മാതാവ് അത് പ്രാർത്ഥനാ വിഷയമാക്കിയപ്പോൾ ദൈവാത്മാവ് കൊടുത്ത സന്ദേശമാണ്, നിന്നെ മനസ്സിലാക്കുന്ന ഒരാൾ ഈ ഭൂമിയിലുണ്ട്. യോസേപ്പിന് ഇപ്പോൾ മനസ്സിലാകുകയില്ല, അയൽവക്കംകാർക്കും മനസ്സിലാകുകയില്ല, അവരോട് ആരും ഇപ്പോൾ ഇത് പറയണ്ട. ഇനി എവിടെ പോകണം? നിന്നെ മനസ്സിലാക്കുന്ന എലിസബത്തിൻ്റെ അടുത്തേക്ക് ബന്ധപ്പെട്ട് പൊക്കോളാൻ പറഞ്ഞു. ഒട്ടും താമസിക്കേണ്ട. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ ഭാരങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാൻ കൊള്ളാവുന്ന ഒരാളെങ്കിലും കാണും, എവിടെയെങ്കിലും കാണും. പ്രാർത്ഥനയും കൂട്ടായ്മയുമാണ് നമുക്ക് ആ ഭാഗ്യം അവരെ കണ്ടെത്താനും അവരോട് ഭാരം പങ്കിടാനും സഹായിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ വിജയരഹസ്യം ആരോടും പണം ചോദിക്കുന്നില്ല, ആരോടും ഒന്നും ആവശ്യപ്പെടുന്നില്ല. എല്ലാവരുടെയും സങ്കടം കേൾക്കുക, എല്ലാവരെയും സഹായിക്കുക, എല്ലാവരെയും ആശ്വസിപ്പിക്കുക, അനാഥർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുക, വ്യാകുലപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുക, അതിന് കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തു തീർത്ത് അനേകരെ ആശ്വസിപ്പിക്കുന്ന ഈ ശുശ്രൂഷയിൽ വേണ്ടതെല്ലാം വന്നു ചേരുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ ആരാധന നടക്കുമ്പോൾ നിങ്ങളിവിടെ ഇരുന്നുകൊണ്ട് ഇത് കാണുകയാണ്, കേൾക്കുകയാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ആത്മാവിൽ ഇത് കാണുന്നവരുണ്ട്, ഇതിൽ സഹകരിക്കുന്നവരുണ്ട്, ഇതിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരുണ്ട്, ഇവിടുത്തെ ഭാരങ്ങൾ പങ്കിടുന്നവരുമുണ്ട്. ഒരിടേനും ഒരു തൊഴുത്തുമാകണമെന്നുള്ള കർത്താവിൻ്റെ ആഗ്രഹം സാധിക്കുവാൻ നിലകൊള്ളുന്ന ഈ സ്ഥാപനം എല്ലാ മതങ്ങളെയും എല്ലാ സഭകളെയും എല്ലാ മനുഷ്യരെയും യേശുവിൽ ഒന്നാക്കാനുള്ള ബന്ധപ്പാടിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. ഒരു കോഴിക്കോട് പൊളിഞ്ഞു കിടന്ന സ്ഥലത്ത് ഓല കെട്ടി അവിടെയാണ് ഇത് പരിപാടി ആരംഭിച്ചത്. ഒരു പിരിവും നടത്തിയില്ല, പള്ളി പണിയണമെന്ന് ആഗ്രഹിച്ചില്ല. ഉള്ള സ്ഥലത്ത് കോഴിക്കോടായാലും മതി, കർത്താവ് കന്നുകാലിക്കൂട്ടിലല്ലേ കിടന്നത്. അതിൽ വചനം പഠിക്കുവാനും ആരാധിക്കാനും ഭാരം പങ്കിടാനും പറ്റിയ വളരെ അന്ന് ദൈവത്താൽ ആകർഷിക്കപ്പെട്ടു വന്ന് അവരുമായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. 20-25 കൊല്ലമായി നടന്നു വരുന്ന ഈ പരിപാടി. ആ കോഴിക്കോടിൻ്റെ വിസ്തൃതി വർദ്ധിച്ച് ഇപ്പോൾ ഇത് 100 അടി നീളവും വീതിയൊക്കെയുള്ള ഒരു വലിയ ആരാധന സ്ഥലമായി അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. മനസ്സോടെ ഓരോരുത്തർ ഈ ഭാരത്തിൽ സാമ്പത്തികവും ആത്മീയവും മാനസികവുമായ ഭാരങ്ങൾ പങ്കിട്ട് മൃദുവായ നോക്കവും ലഘുവായ ചുവടും ഏറ്റുവാങ്ങി കർത്താവിൽ സന്തോഷിക്കുന്ന കുറേ പേര് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളുണ്ടെന്നുള്ള കാര്യം പ്രത്യാശയ്ക്കും ആശ്വാസത്തിനും വക നൽകുന്നൊരു കാര്യമാണ്. എല്ലാ സഭകൾക്കും എല്ലാ മനുഷ്യർക്കും എല്ലാ മതങ്ങൾക്കും യേശു സംഭാവന ചെയ്യാൻ കാത്തു നിൽക്കുന്ന രക്ഷ പങ്കിട്ട് കൊടുക്കുവാൻ ഈ സ്ഥാപനം വിവരിക്കുന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വന്നിരിക്കുന്ന എല്ലാവരും ആ വലിയ ശുശ്രൂഷയിൽ പങ്കുകാരായിരിക്കുകയാണ്.
എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ആത്മീയവും മാനസികവും ശാരീരികമായ എല്ലാ ഭാരങ്ങളും യേശുവുമായിട്ട് പങ്കിടാൻ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ആവശ്യങ്ങൾ സ്വതന്ത്രത്തോടെ അറിയിച്ചാൽ സകല ബുദ്ധിയെയും കവിഞ്ഞ് സമാധാനം തരാമെന്ന് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടും കൂട്ടായ്മയും ആരാധനയും നമ്മുടെ എല്ലാ ഭാരങ്ങളും എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ പങ്കിടുന്നതിനും ഭാരം പങ്കിട്ട് പകുതിയാക്കുന്നതിനും സന്തോഷം പങ്കിട്ട് ഇരട്ടിയാക്കുന്നതിനും കൂട്ടായ്മ ഉതകുകയാണ്. ആ അനുഭവം നമുക്കുണ്ടാകുവാൻ നമ്മുടെ ജീവിതയാത്രയ്ക്കിടയിൽ നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. എലിസബത്തും മറിയാമും ആത്മാവിൽ കണ്ടുമുട്ടി ശരീരം ഒരുമിച്ച് വേല ചെയ്തപ്പോൾ പല അത്ഭുതങ്ങൾ നടന്നു എന്നാണ് പറയുന്നത്. അസ്വസ്ഥരായി ചലനമില്ലാതെ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കിടന്ന യോഹന്നാൻ സ്നാപകൻ്റെ ശൈശവത്വത്തിൽ മാതാവിൻ്റെ സാന്നിധ്യം വലിയ സന്തോഷമുണ്ടാക്കി. എലിസബത്തിൻ്റെ കുഞ്ഞിൻ്റെയും ഭാരം പങ്കിടാൻ മാതാവ് ഓടിച്ചെന്നു. ഭാരം പങ്കിട്ടപ്പോൾ അവർ പല കാര്യങ്ങൾ പഠിച്ചു. അതുവരെ വളരുന്നതിൽ മടുപ്പ് കാണിച്ച ആ കുഞ്ഞ് തുള്ളിച്ചാടി കഴിഞ്ഞപ്പോൾ വളരെ വേഗം വളർച്ച പൂർത്തിയായി എന്നാണ് സഭാചരിത്രം പറയുന്നത്. പരിശുദ്ധാത്മാവിൽ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയപ്പോൾ ആ കുഞ്ഞിന് 9 മാസത്തെ പ്രായപൂർത്തിയായെന്ന 9 മാസത്തെ വളർച്ചയുണ്ടായി, സുഖപ്രസവം ഉണ്ടായെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പ്രസവം ഉണ്ടായതിന് ശേഷം 3 മാസമാണ് മാതാവ് അവരെ ശുശ്രൂഷിച്ച് അവരെ ആശ്വസിപ്പിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ സന്തുഷ്ട ഹൃദയം കൊണ്ട് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം കൊണ്ട് നമുക്ക് വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കപ്പെട്ട് വളരെ വേഗത്തിൽ പുഷ്പിക്കുവാനും കായ്ക്കുവാനും ഫലം കായ്ക്കുവാനും അത് അനേകരുമായി പങ്കിടുവാനും അത് അനേകരെ സന്തുഷ്ടരാക്കാൻ സാധിക്കും എന്നുള്ള സന്ദേശം ഇന്നൊരിക്കൽ കൂടെ നമ്മൾ ചിന്തിക്കുകയാണ്. നാളത്തെ നമ്മുടെ വിശുദ്ധ കുർബാന പുത്തൻ കുർബാനയാകുവാൻ നമ്മുടെ യാത്ര തുടരാനും നാളെ നമ്മൾ ആരാധന സ്ഥലത്ത് ഇവിടെ വരാൻ കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാവരും എത്തിച്ചേർന്ന് വരാൻ സാധിക്കാത്തവരായിരിക്കുന്നിടത്ത് അങ്ങോട്ട് അനുഗ്രഹം കൊണ്ടു കൊടുത്ത് ആത്മാവിൻ്റെ കൂട്ടായ്മയിൽ ജന്മസാവലിനുടയാൻ മൃദുവായ മുഖവും ലഘുവായ ചുവടും ഏറ്റുവാങ്ങി കർത്താവിൽ നിന്ന് പഠിക്കുവാനും കർത്താവിൽ നിന്ന് അനേകരെ പഠിപ്പിക്കുവാനും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പാപവചന പ്രാർത്ഥനയ്ക്കായി നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നമ്മളോട് പറയാനുള്ളത് കേട്ടുകൊണ്ട് ഇന്നത്തെ സന്ദേശം പൂർത്തീകരിക്കുകയാണ്. നമ്മളിന്ന് വായിച്ചു കേട്ടതായ തിരുവചനത്തിനകത്ത് കർത്താവ് നമ്മളോട് പറയുന്നത് കർത്താവിനോട് മുഖമേറ്റ് കർത്താവിനോട് പഠിക്കണമെന്നാണ്. ഒരു ഭാരവും തന്നെ ചുമക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നമ്മുടെ സകല ആത്മീയവും മാനസികവും ശാരീരികവും സാമ്പത്തികവും സകല ഭാരങ്ങളും കർത്താവായിട്ട് പങ്കിടാൻ പറയുന്നു. സ്തോത്രത്തോടെ അറിയിച്ചാൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം തരാമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇത് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? അതിനകത്തൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കർത്താവിൻ്റെ തോളും നമ്മുടെ തോളും ഒരേ ലെവലിലാണെങ്കിലേ ഈ പങ്കിടിയിൽ രസകരമാകുള്ളൂ. കർത്താവിൻ്റെ തോൾ പൊങ്ങി നിൽക്കുക, നമ്മുടെ താണിരിക്കുകയാണെങ്കിൽ ഈ താണിരിക്കുന്ന തോളിലായിരിക്കും ഭാരം കൂടുതൽ. കാര്യം മനസ്സിലായോ? കർത്താവ് നമ്മുടെ മുഖം വെക്കാൻ വരാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാവും? വളർന്നില്ലെന്നുള്ളതാണ്. വളർന്നില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവിന് പൊക്കം കൂടുതലും നമുക്ക് പൊക്കം കുറവുമാണെങ്കിൽ പൊക്കം കുറഞ്ഞിടത്തേക്ക് ഭാരം മുഴുവനും ഭാരം കൂടുകയുള്ളൂ. നമുക്ക് ഭാരം കൂടുന്നതിൻ്റെ കാര്യം തന്നെ വളർന്നത് പോരാന്നാണ്. അതുകൊണ്ട് നല്ലവണ്ണം വളർന്ന് കർത്താവിൻ്റെ തോളിനോളം നമ്മുടെ തോളിനെ വളർത്തിയതിൻ്റെ ശേഷം മാത്രമേ കർത്താവ് ഭാരം ഏറ്റെടുക്കുകയുള്ളൂ. നമ്മളെ വളർത്താതിരിക്കാൻ വേണ്ടി പിശാച് അമിതമായ ഭാരങ്ങൾ കെട്ടിയേൽപ്പിക്കും. അതുകൊണ്ട് നമ്മൾ വീഴും, അതിൻ്റെ അടിയിൽ കിടക്കുകയും ചെയ്യും. നമ്മൾ പല ഭാരങ്ങൾ കയറിയെടുക്കുകയും ചെയ്യും. ഈ രണ്ട് നമ്മുടെ വളർച്ചയെ ബാധിക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഭാരപ്പെടരുത്. കർത്താവ് തരുമ്പോൾ എനിക്ക് മതിയെന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന ഭാരത്തിൻ്റെ ഭാരം നമുക്ക് കുറയ്ക്കാം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് അതുകൊണ്ട് എനിക്കും വേണം, അവർക്കിതുകൊണ്ട് എനിക്കും വേണം, ഇവർക്കിതുണ്ട് എനിക്കും വേണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചോളുക. പക്ഷെ നമ്മൾ കർത്താവിനെ മാത്രമേ ആഗ്രഹിക്കാവൂ, കർത്താവ് ആഗ്രഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ. അപ്പോൾ ആ ഭാരം കൂടുതൽ ആ പ്രശ്നം പരിഹരിക്കുക. ഇനി യേശുവിനോളം വളരാൻ സാധിക്കാത്തതിൻ്റെ കാര്യം, വളരുക എന്ന് പറയുന്നത്
ശരീരത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യം പാല് കുടിച്ച ഒരമ്മ പ്രസവിച്ചാൽ 3 കൊല്ലം കൊച്ചിന് പാല് കൊടുക്കണമെന്നാണ് നിയമം. 1 കൊല്ലം കുടിച്ച് കഴിഞ്ഞാൽ അടുത്ത കൊച്ചിഞ്ഞ് വന്നാൽ അങ്ങനെ ഇരിക്കും, രണ്ടുപേരും കൂടി അടിയായിരിക്കും. ഇളയ കൊച്ചിന് പാല് കൊടുക്കുന്ന ആളും മൂത്ത കൊച്ച് പെറുപിറുക്കും, കരയും, എൻ്റെ പാലിൽ എൻ്റെ ഇളയത് കൊണ്ടുപോകുമെന്ന് പറയും. അങ്ങനെ ആങ്ങളെയും പെങ്ങളും ചേട്ടനും ചേട്ടത്തിയും അനിയത്തിയും തമ്മിൽ അടിയാണ്. അതിന് കാരണം എന്നാ? 3 കൊല്ലം പാല് കൊടുത്തില്ല. പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ കർത്താവ് 3 കൊല്ലം പാല് കൊടുക്കാനുള്ള ക്രൂരത 3 കൊല്ലം കഴിഞ്ഞ് രണ്ടാമത്തെ കൊച്ചു മതിയെന്ന് പറയണം. അതിനു മുമ്പേ കുഞ്ഞുണ്ടായാലുള്ള കുഴപ്പം എന്നാ? കുഞ്ഞിന് പാല് കുടിച്ച് കൊതി തീരുകയില്ല, സഹനശക്തി കുറഞ്ഞു പോകും. ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ തവളനോളം വളരണമെങ്കിൽ വചനമാകുന്ന പാല് കുടിച്ച് വേണം വളരാൻ. അതുകൊണ്ട് വചനമാകുന്ന വചനം മുഴുവനും പാല് പോലെ കുടിച്ച് വളർന്നതിന് ശേഷം കൃത്യസമയമാകുമ്പോൾ കർത്താവ് വരും. എൻ്റെ തോളിനോട് നീ ഇതിൻ്റെ തോൾ വന്ന് നമുക്ക് ഒന്നിച്ച് ഈ ഭാരം വഹിക്കാം. അപ്പോൾ നല്ല രസമാണ്. മൃദുവായ ചുവടും ലഘുവായ ചുവടും, അത് ഒത്തിരി കാര്യങ്ങൾ കർത്താവ് വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഭാരം ചുമക്കുന്നത്. കർത്താവ് രസകരമായി നമുക്ക് ആവശ്യമുള്ള പല കാര്യങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഭാരം ചുമപ്പിക്കുന്നത്. ഭാരം അറിയുകയില്ല. ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചൊരു ജോലി ചെയ്യും, വർത്താനവും പറയും, സ്നേഹവും കിട്ടും, ജോലിയും നടക്കും. അടുക്കളപ്പണി രണ്ടുപേരും കൂടി ചെയ്യുന്നത് എങ്ങനെ ഇരിക്കും? നല്ല രസമല്ലേ? ഇന്ന് കർത്താവ് നമ്മളോട് വചനം പഠിപ്പിക്കാൻ വരുന്നത് ആദ്യം ഭാരം പങ്കിടാനല്ല, വചനം പഠിപ്പിച്ച് വചനത്തിൻ്റെ സാരം നമ്മൾക്ക് ദഹിപ്പിച്ച് വളർത്തി കർത്താവിനോടൊത്ത് ജീവിത പങ്കാളിയായ എല്ലാ കാര്യത്തിലും പങ്കിടാൻ പറ്റിയ അവസ്ഥയിൽ നമ്മളെ വളർത്തുക എന്നുള്ളതാണ്. ഈ കാര്യമാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖന കർത്താവ് എബ്രായ സഭയെക്കുറിച്ച് പറഞ്ഞ സങ്കടം, നിങ്ങൾ പാല് കൂടി തീർന്നിട്ടുമില്ല, വളർന്നിട്ടുമില്ല. ആ സങ്കടം നമ്മളെക്കുറിച്ച്, ആ സങ്കടം നമ്മൾ തീർത്തു. പാല് കുടിച്ചിട്ട് പിന്നെ ആത്മീയ മണ്ഡലത്തിലെ ഖരമായ വസ്തുക്കളും കഴിക്കാൻ പഠിക്കണം. എല്ലാ ആഹാരപാനീയങ്ങളും ശരിക്കും കഴിക്കാൻ പഠിച്ചവർക്ക് മാത്രമേ ആരോഗ്യം പൂർണ്ണമാവുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ലോഡ് എടുക്കാനൊക്കെ ഉള്ളൂ. വലിയ തടി പിടിക്കുന്നവരൊക്കെ നല്ല ആരോഗ്യമുള്ളവരല്ലേ? അത് നല്ലോണം ആരോഗ്യമുള്ളവർക്ക് വലിയ ഭാരങ്ങളൊക്കെ വഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് വായിച്ച വേദഭാഗം കൂടെ ഇണയേർത്തി ചിന്തിച്ചാലേ മൃദുവായ മുഖവും ലഘുവായ ചുവടും എടുത്ത് എല്ലാ ഭാരവും പങ്കിടാൻ സാധിക്കാത്തതിൻ്റെ കാര്യം വളർച്ചയുടെ അപൂർണതയാണ്. വളർച്ചയില്ലാത്തവർ ഒന്നും സ്വന്തമായി ചെയ്യാൻ കർത്താവിനോട് ചോദിച്ചിട്ട് കർത്താവ് വളർത്താൻ തരുന്ന ആഹാരം, നീഹാരം, നിദ്ര ഇതെല്ലാം കൃത്യമായി നടത്തണം. കൃത്യസമയത്ത് ഉറങ്ങണം, കൃത്യസമയത്ത് ഉണരണം, കൃത്യസമയത്ത് ആഹാരം കഴിക്കണം, കൃത്യസമയത്ത് കക്കൂസി പോകണം, കൃത്യസമയത്ത് കുളിക്കണം, കൃത്യസമയത്ത് കളിക്കണം. ഇതൊക്കെ ചെയ്താലേ വളരുള്ളൂ. ഇതെല്ലാം പരിപാടി കർത്താവിനുണ്ട്. അതെല്ലാം കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് നമ്മളോട് കളിക്കാനും താല്പര്യമുണ്ട്. കേട്ടിട്ടുണ്ടോ? അങ്ങനൊരു വേദഭാഗമുണ്ട്. എത്രയാ? ഒരു വേദോസാദ കർത്താവിന് നമ്മുടെ കൂടെ കളിക്കാനും ആഗ്രഹമുണ്ട്. എവിടെയാണെന്നറിയാമോ? വായിച്ച് കണ്ടുപിടിച്ചു. സദൃശ്യവാക്യത്തിലുണ്ട്. സദൃശ്യവാക്യത്തിലൊരു കർത്താവ് നമ്മുടെ കൂടെ കളിക്കാനും ചിരിക്കാനും നടക്കാനും ഉറങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാലേ ശരിക്കും വളരുള്ളൂ. ശരിക്കും വളർന്നെങ്കിലേ ഭാരം. അപ്പം ഇന്ന് ഇത്രയും നാളായിട്ട് എൻ്റെ സാമ്പത്തിക ഭാരം കുറയുന്നില്ലേ? എൻ്റെ കടം വീടുന്നില്ലേ? എനിക്ക് ആവശ്യത്തിന് പണമില്ലേ? എനിക്ക് എൻ്റെ കാര്യം നടക്കുന്നില്ലേ? എൻ്റെ വീട് പണി പൂർത്തിയാകുന്നില്ലേ? എൻ്റെ ആർക്കാ കുഴപ്പം? വളർന്നത് പോരാ. വളരുന്നതിന് മുമ്പ് എന്തോ ആഗ്രഹിച്ചു കൂട്ടി, എനിക്ക് അത് വേണം, ഇത് വേണം, ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സംസ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ ക്രിസ്തീയ മാർഗത്തിലൂടെ പുരോഗമിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് എബ്രായ ലേഖനം 5-ാം അധ്യായം 11 തൊട്ട് 14 വരെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. പൗലോസ്ലീഹായും കൂട്ടുവേലക്കാരും ചേർന്ന് എബ്രായ സഭയിലെ മക്കളോട് പറയുകയാണ്, എങ്കിലും കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ച് തരുവാൻ. കേൾപ്പാൻ മാന്യം, ചെവിയുടെ കുഴപ്പം. നമ്മൾ എന്തുമാത്രം വചനം കേട്ടിരിക്കുന്നു. അതിവിടെ 100 മേനി വിളവുണ്ടാക്കിയിരുന്നെങ്കിൽ എത്ര സമൃദ്ധിയായിരുന്നേനെ. അതുകൊണ്ട് കേൾപ്പാനുള്ള മന്ദത, കേൾവി മുടക്കിക്ക് ഭാരം കൊടുത്തൊരു യുദ്ധം ചെയ്യണം. ഈ കേട്ടോണ്ടിരിക്കുമ്പോഴേ പറഞ്ഞു, കർത്താവ് എനിക്ക് കേൾക്കാൻ മന്ദതയുണ്ട്, എൻ്റെ ചെവി മുടക്കിയെ മാറ്റി, എൻ്റെ കണ്ണു മുടക്കിയെ മാറ്റി, എൻ്റെ ഹൃദയം മുടക്കിയെ മാറ്റി, എനിക്ക് വചനം മുഴുവനും പാല് പോലെ കുടിക്കണം, കർത്താവ് തരുന്ന ആഹാരം വളരുവാൻ കഴിക്കാൻ കൊണ്ട് എനിക്ക് വളരണം, ചെയ്യേണ്ടതൊക്കെ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലപ്പാടുകളിലെ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും ഉപദേശിച്ച് തരുവാൻ ആവശ്യമായിരിക്കുന്നു.
കട്ടിയുള്ള ആഹാരമല്ല പാലത്രയും നിങ്ങൾക്ക് ആവശ്യം വന്നിരിക്കുന്നു. അപ്പോൾ കട്ടിയുള്ള ആഹാരം കഴിക്കാൻ ഇതുവരെ തുടങ്ങാത്തൊരു കൂട്ടത്തിൽ കാണും. എത്ര പ്രായമായാലും വളർന്നില്ലെങ്കിൽ കട്ടിയുള്ള ആഹാരം കഴിച്ചാൽ ദഹിക്കണ്ടേ? അപ്പം കട്ടിയുള്ള ആഹാരം പലതും നമ്മൾ കഴിച്ചിട്ടില്ല. പാല് തന്നെ ശരിക്കും കുടിച്ചിട്ടില്ല, പാല് തന്നെ ശരിക്കും കിട്ടിയിട്ടുമില്ല. കിട്ടിയത് അവൾ ചിലപ്പോൾ തുപ്പിക്കളഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ തട്ടിക്കളഞ്ഞെന്നിരിക്കും. ഇതെല്ലാം കേസുകൾ തീർക്കണം. അതുകൊണ്ട് വചനമാകുന്ന പാല് പ്രായത്തിനും ആവശ്യത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് എടുത്തു തരുന്നതനുസരിച്ച് കുടിച്ച് കഴിച്ച് നമ്മുടെ ഭാരം മാത്രമല്ല അനേകരുടെ ഭാരങ്ങൾ വഹിക്കേണ്ടവരാണ്. പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു മകൻ കല്യാണം കഴിച്ചാൽ ഭാര്യയുടെ ഭാരം കൂടെ ചുമക്കണം, മക്കളുണ്ടായ മക്കളുടെ ഭാരം കൂടെ ചുമക്കണം, ജോലിക്കാരുടെ കാര്യം നോക്കണം, ധർമ്മക്കാർ ചോദിക്കുമ്പോൾ അവർക്കും വല്ലതും കൊടുക്കണം, അതിഥികൾ കയറി വന്ന് അവരുടെ കാര്യവും നോക്കണം. ഇതെല്ലാം നടക്കണ്ടേ? ഇതിനെല്ലാം ഉള്ള ആരോഗ്യമുള്ളവർക്ക് സന്തോഷമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എബ്രായ സഭയ്ക്ക് പറ്റിയ കുഴപ്പം അവർ പാലുകുടി തന്നെ പൂർണ്ണമായിട്ടില്ല. പാല് കുടിച്ചിട്ടും കട്ടിയായ ആഹാരം കഴിക്കാൻ കൊണ്ട് വളർന്നിട്ടില്ല എന്നുള്ളതാണ്. ആ പ്രശ്നം നമുക്കുണ്ട്. പാല് കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവരത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയമുള്ളവർ പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ നാളത്തെ ധ്യാനം അനുഗ്രഹകരമാകണമെങ്കിൽ എലിസബത്ത് മറിയാവിൻ്റെയും കൂടെ കൂട്ടായ്മയിൽ ഒരു സുഖപ്രസവം നടന്നു. കിളവിയായിരുന്നുകൊണ്ട് ഇന്നത്തെ ആഹാരം പറഞ്ഞാൽ സിസേറിയൻ നടത്തേണ്ടി വന്നേനെ, കാരണം കിളവിയായിരുന്നു. പക്ഷേ ഇവരെ ഒന്നിച്ചുകൂടി സന്തോഷിച്ച് കൊച്ചി തുള്ളിച്ചാടി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായൊരു പ്രസവം നടന്നു. കീറേണ്ടി വന്നില്ല. 3 മാസം ശരിക്കും അങ്ങനെ ശുശ്രൂഷിച്ചു കൊടുത്തു. ഇതുപോലെ നമ്മുടെ നാളത്തെ ആരാധന നമ്മുടെ ആത്മശരീരങ്ങളുടെ എല്ലാ ഇല്ലായ്മകളും പരിഹരിച്ച് സന്തുഷ്ടരായി സംതൃപ്തരായി നമ്മുടെ വേല തേച്ച് പാല് കുടിക്കുന്ന അവസ്ഥ വിട്ട് കട്ടിയായ ആഹാരം കഴിക്കുന്ന അവസ്ഥയിലേക്ക് വളർത്താൻ നാളത്തെ കൂട്ടായ്മ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അബ്രഹാമിൻ്റെ കാലം മുതൽ ആദാമിൻ്റെ കാലം മുതൽ മരിച്ചുപോയിട്ട് ഇതുവരെയും ആശ്വാസം കിട്ടാത്ത അനേകർ ഞങ്ങൾക്ക് ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ഇതൊന്നും പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു. ഞങ്ങൾക്ക് അതിന് നേരവും ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങളെ ഞങ്ങൾ കിടന്ന് വിഷമിക്കുക, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മുറിയോറാഹി മേലേനും ആധാറി കർത്താവിന് ദാസന്മാർക്കും ദാസർക്ക് വേണ്ടി അന്ന് അർപ്പിച്ച കുർബാനർക്ക് ആശ്വാസകരവും സന്തോഷകരവും രക്ഷാകരമാക്കി തീർക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.